ഇറാന്റെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുട്ടുമടക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ത്യൻ സമയം അതായത് ബുധനാഴ്ച നാളെ രാവിലെ 5 മണിക്ക് മുമ്പ് ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി. അതായത് അവിടുത്തെ മുഴുവൻ പാലങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പെട്രോളിയം ഉൽപാദന കേന്ദ്രമായ സൗത്ത് പാർസും സകലതും തച്ചുടയ്ക്കും എന്നാണ് ട്രംപ് നടത്തിയിരിക്കുന്ന ഭീഷണി. പക്ഷേ ഇറാൻ അതിന് വഴങ്ങിയിട്ടില്ല. ഇറാൻ അതിന് വഴങ്ങുമെന്ന് തോന്നുന്നുമില്ല. കാരണം ഇറാന് വഴങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം ഇറാന് പ്രത്യേകിച്ച് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതേസമയം ഇറാന്റെ ഈ പ്രഹരശേഷി കുറയ്ക്കാം എന്ന് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പില്ല എന്നുള്ളത് നന്നായിട്ടറിയാവുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ പോലും അമേരിക്കയ്ക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ നരകമായി മാറും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം അത് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ട്രംപിനോ അത് താങ്ങാൻ പറ്റുന്നതുമാകില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഉഡായിപ്പ് വഴി ട്രംപ് പിന്മാറുകയല്ലാതെ അതല്ലെങ്കിൽ ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കുകയല്ലാതെ മറ്റ് പോംവഴിയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ.